കൊച്ചിയുടെ തീരദേശ മേഖലയിലെ കണ്ടൽക്കാട് സംരക്ഷണവും പുനരുജ്ജീവനവും ലക്ഷ്യമിട്ടുള്ള പ്രത്യേക പദ്ധതിക്ക് തുടക്കമായി. മാൻഗ്രോവ്സ് ഇനിഷ്യേറ്റീവ് ഇൻ എറണാകുളം എന്ന പേരിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. വൈപ്പിൻ MLA കെ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. കൊച്ചിയുടെ പരിസ്ഥിതി സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന പ്ലാൻ അറ്റ് എർത്ത് എന്ന സംഘടനയുമായി ചേർന്നാണ് കണ്ടൽക്കാട് സംരക്ഷണ പദ്ധതിക്ക് തുടക്കമിട്ടിട്ടുള്ളത്. DP വേൾഡിന്റെ സഹകരണത്തോടുകൂടിയാണ് മാൻഗ്രോവ്സ് ഇനിഷ്യേറ്റീവ് പദ്ധതി നടപ്പിലാക്കുന്നത്. വൈപ്പിൻ നിയോജക മണ്ഡലത്തിലെ പള്ളിപ്പുറം, കുഴിപ്പള്ളി, കടമക്കുടി, ഞാറയ്ക്കൽ പഞ്ചായത്തുകളിലുള്ള 50 ഏക്കറോളം സ്ഥലത്ത് കണ്ടൽക്കാടുകൾ നട്ടുപിടിപ്പിച്ച് സംരക്ഷിക്കുന്നതാണ് പദ്ധതി. വൈപ്പിൻ MLA KN ഉണ്ണികൃഷ്ണൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പൊക്കാളി കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനും സമുദ്രത്തിന്റെയും കായൽ മേഖലയുടെയും ജൈവസമ്പത്ത് സംരക്ഷിക്കാനും ലക്ഷ്യമിട്ടുള്ള മഹത്തായ സംരംഭമാണ് ഇതെന്ന് MLA പറഞ്ഞു. പ്ലാനറ്റ് എർത്ത് എന്ന് പറയുന്ന NGO സംഘടന വഴിയാണ് അത് നടപ്പാക്കുന്നത്. വൈപ്പിൻ മണ്ഡലത്തിൽ 8 പഞ്ചായത്തുകളിൽ ആദ്യഘട്ടം 4 പഞ്ചായത്തുകളിലാണ് ഇത് ഇപ്പോൾ നടപ്പാക്കുന്നത്. 1400 വർഷത്തെ പഴക്കമുള്ള നമ്മുടെ പാരമ്പര്യ കൃഷിരീതിയായിട്ടുള്ള പൊക്കാളി കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനും അതുപോലെ നമ്മുടെ സമുദ്രത്തിൻ്റെയും അതുപോലെ കായൽ മേഖലയുടെയും എല്ലാം ജൈവസമ്പത്തിനെ സംരക്ഷിക്കാൻ ഉതകുന്ന കണ്ടൽക്കാടുകൾ സംരക്ഷിക്കാനും അതിനെ നിലനിർത്താനുമുള്ള പദ്ധതി. കടമക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേരി വിൻസെന്റ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പദ്ധതിയുടെ ഭാഗമായി അടുത്ത 3 വർഷത്തിനുള്ളിൽ കൊച്ചിയുടെ തീരമേഖലയിൽ 1 ലക്ഷത്തോളം കണ്ടൽ തൈകൾ നട്ടുപിടിപ്പിക്കാനാണ് DP വേൾഡ് ലക്ഷ്യമിടുന്നത്. ദീർഘകാലം ഇവയുടെ സംരക്ഷണവും ഏറ്റെടുക്കും. ഇതിനായി തീരദേശ ജനവിഭാഗങ്ങളെ കൂടി ഉൾപ്പെടുത്തി പ്രത്യേക കർമ്മ പദ്ധതിക്ക് രൂപം നൽകുമെന്നും DP വേൾഡ് അറിയിച്ചു. കൈരളി ന്യൂസ്, കൊച്ചി.